വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആദ്യത്തെ എക്സാം BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് ഇന്ന് കിടക്കുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ആണ്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാനിപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. ബട്ട് ഞാൻ ഇതൊരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ബെറ്റർ ബുക്ക് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടിയും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയണു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ടോപ്പിക്സ്, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്, തിയറി മാത്രം. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 2 അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, ലെങ്തി ആണ്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ അതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മൊഡ്യൂൾ നമ്പർ 3. ദെൻ പിന്നെ വരുന്നത് മാർജിനൽ കോസ്റ്റിംഗ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആക്ച്വലി ഇല്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളിലോട്ടാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ 2 ടോപ്പിക്സ് ആണ്, 2 ചാപ്റ്റേഴ്സ് ആണ്. സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെ കാണുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കുട്ടികൾ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്? 4 essay ആണ് വരുന്നത്, അതിൽ 2 ആൻസർ ചെയ്യണം അല്ലേ. അപ്പോൾ essay ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന 4 ചോദ്യങ്ങളിലോട്ട് കിടക്കുകയാണെങ്കിൽ, മൊഡ്യൂൾ നമ്പർ 2 നിന്ന് റേഷ്യോ അനാലിസിസിന്റെ ഒരു പ്രോബ്ലം മിക്ക പേപ്പറിലും വരുന്നതാണ്. റേഷ്യോയുടെ ഒരു പ്രോബ്ലം, റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ഒരു പ്രോബ്ലം, ചില സമയത്ത് അതിൽ നിന്ന് തിയറിയും വരാറുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫോമാറ്റ് ഒരു പ്രാവശ്യം essayക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നാലും മൊഡ്യൂൾ നമ്പർ 3 നിന്നും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ തിയറി, ഇതാണ് മിക്ക പേപ്പറിലും ചോദിക്കാറ്. പിന്നെ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നുള്ളൊരു പ്രോബ്ലം. അപ്പോൾ essayക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ദെൻ ചില സമയത്ത് ക്യാഷ് ഫ്ലോയും കൂടിയും ഇടാറുണ്ട്. ക്യാഷ് ഫ്ലോന്റെ ഫോമാറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് പ്രോബ്ലം ആയിട്ട് essayക്ക് ക്യാഷ് ഫ്ലോ കണ്ടിട്ടില്ല. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിന്റെ പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ തിയറിയും ചോദിച്ചിട്ടുണ്ട്, മാറി മാറി വന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തരാനുള്ള സജഷൻ എന്ന് പറയുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോബ്ലം ടോപ്പിക്കാണ്. ചെറിയ മിസ്റ്റേക്ക് വന്നാലൊക്കെ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും, ആ ഫോമാറ്റും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ. മാർജിനൽ കോസ്റ്റിംഗ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കിൽ നിന്നും തിയറിയും പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ essayക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ് കേട്ടോ. 3 and 4 ഞാൻ കൂടുതൽ പറയാം. റേഷ്യോയിൽ നിന്ന് വരും, ബട്ട് റേഷ്യോ ലെങ്തി ആണ്. ഇനി ഇത് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞു തരാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് തിയറി ആണ്. ഒരു 2 മാർക്സിന്റെ ചോദ്യം, ഒരു 5 മാർക്സിന്റെ ചോദ്യം. ഈ 2 ചോദ്യങ്ങളാണ് സാധാരണ മൊഡ്യൂൾ നമ്പർ 1 നിന്ന് കണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? പാർട്ട് എയിൽ നിന്ന് ഒരെണ്ണം, പാർട്ട് ബിയിലേക്കും ഒരെണ്ണം, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. essay സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യം തിയറി ഇത് നോക്കാം. അതിനുശേഷം ഞാൻ സജസ്റ്റ് ചെയ്യാൻ നേരെ മൊഡ്യൂൾ നമ്പർ 4 മാർജിനൽ കോസ്റ്റിംഗ് വെച്ചിട്ട് പഠനം ആരംഭിക്കാനാണ്. മാർജിനൽ കോസ്റ്റിങ്ങിന്റെ പ്രത്യേകത, ഡിറക്റ്റ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പഠിക്കുന്നൊക്കെ എക്സാമിന് വരും ചെയ്യും.
നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് ഉയർത്തുന്ന ഒരു ചാപ്റ്ററാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 ബേസിക്സ് തിയറി നോക്കിയതിന് ശേഷം നേരെ നിങ്ങൾ കടക്കേണ്ടത് മാർജിനൽ കോസ്റ്റിങ്ങിലോട്ടാണ്. അതല്ലാണ്ട് നിങ്ങൾ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ചിലപ്പോൾ റേഷ്യോ ആയിരിക്കും. റേഷ്യോ ഒക്കെ പഠിച്ചു തുടങ്ങിയ അടുത്ത കാലത്തൊന്നും കഴിയില്ല, ഒരുപാടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുള്ളതാണ്. സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങി ഒന്നും ആയിട്ടില്ല. കുറേ പഠിച്ചിട്ട് കുറച്ച് മാർക്ക് മേടിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന റേഷ്യോയുടെ. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നതൊക്കെ വരും ചെയ്യും, നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുതൽ നൽകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ നമ്പർ 1 ആദ്യം പഠിക്കുക, അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 4 അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് നിങ്ങൾ കിടക്കുക. അപ്പോൾ 1, 2 ഇതിന് ശേഷം നെക്സ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3ാമത് ഫണ്ട് ഫ്ലോ പഠിക്കുക, 4ാമത് ക്യാഷ് ഫ്ലോ, ഇതിൽ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദെൻ ലാസ്റ്റ് മാത്രം നിങ്ങൾ ഇതിലോട്ട് കടന്നാൽ മതി, മൊഡ്യൂൾ നമ്പർ 2 റേഷ്യോ അനാലിസിസിലോട്ട് കടന്നാൽ മതി. ഈ ഒരു ഓർഡറിൽ പഠിക്കുക. അല്ലാണ്ട് ബുക്കിൻ്റെ ഓർഡറിൽ പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, പല കുട്ടികളും ഫസ്റ്റ് പഠിച്ച് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് എത്തുമ്പോൾ ലെങ്തിയാണ്, ഒന്നും കഴിയൂല. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന 3ഉം 4ഉം ക്ലിയർ ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ദെൻ ഈ പറയുന്ന റേഷ്യോയിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ അത് ഓർമ്മയില്ലാണ്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരരുത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. സോ മൊഡ്യൂൾ നമ്പർ 1 അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ നിന്ന് 2 മാർക്സിൻ്റെ ഒരു ചോദ്യം 5 മാർക്സിൻ്റെ ഒരു ചോദ്യമാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറിലും ആദ്യത്തെ ചോദ്യമായിട്ട് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഫങ്ഷൻസ് ഉണ്ട്, നോക്കി വയ്ക്കാം. സ്കോപ്പ് ഉണ്ട്, നോക്കി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതിൻ്റെ സ്കോപ്പ് ഫങ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് എസ് ചോദിക്കുമെന്ന് അറിയില്ല. ബട്ട് ഇതിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത് പാർട്ട് ബിയിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നുകിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ്, ഒന്നുകിൽ അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിലേതെങ്കിലും ഒരു ചോദ്യമാണ് മിക്ക പേപ്പറിലും 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം അവർ മാറ്റി പിടിച്ചിട്ടുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് നോക്കി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മാറി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഡിഫറൻസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ 3 ടോപ്പിക്കുകളാണ് ഞാൻ പറഞ്ഞു 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളാണ് മാറിയിട്ടുള്ളത്. പിന്നെയുള്ളത് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആണ്, നിങ്ങൾക്ക് നോക്കാമെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുവന്നിട്ടുള്ളത്. 2 മാർക്കിന് ഒരു ചോദ്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ 5 മാർക്കിന് തിയറിയിൽ ഡിഫറൻസ് ബിറ്റ്വീനിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, ഇതാണ് കണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു സജഷൻ നൽകിയിട്ടുള്ളത് കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2 അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നിന്ന് തിയറി, പ്രോബ്ലംസ്, അങ്ങനെ 3 പാർട്ടിലും റിപ്പീറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അതിൽ ആദ്യം തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണ്, അങ്ങനെ 2 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ഇത് കണ്ടോ, ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് കണ്ടുവന്നിട്ടുള്ളതാണ്. എക്സ്റ്റേണൽ അനാലിസിസ് എന്താണ്, ഇന്റേണൽ അനാലിസിസ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിനേക്കാൾ മുമ്പ്. അതുപോലെ തന്നെ ഇൻട്രാഫേം, ഇന്റർഫേം, കമ്പാരിസൺ, ആ കൺസെപ്റ്റുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോളൂ. നമ്പർ 1 ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ അനാലിസിസ്, ഇന്റേണൽ അനാലിസിസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതിൻ്റെ ടൂൾസ് എഴുതാൻ വേണ്ടിയിട്ട്.
വാരിയസ് ടൂൾസ് 5 മാർക്കിൻ്റെ റിപ്പീറ്റാണ് ഇതിനകത്ത് മുമ്പത്തെ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വരും ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മിക്ക പേപ്പറിലും വരുന്നതാണ്. അതാദ്യം ഇപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണ്, അതുപോലെ തന്നെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്താണ്, ട്രെൻഡ് അനാലിസിസ് എന്താണ്, ഫണ്ട് ഫ്ലോ എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണ്, റേഷ്യോ എന്താണ്, CVP അനാലിസിസ് എന്താണ്, ഇതൊക്കെയാണ് ഇനി വരും ചാപ്റ്ററുകളിൽ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. ഇതിൽ ഏതെങ്കിലും 1 or 2 വരെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കോമൺ സൈസ് എന്താണ്, ട്രെൻഡ് എന്താണ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, റേഷ്യോ, CVP അനാലിസിസ്. ദെൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം 5 മാർക്കിൻ്റെ വരും. നെക്സ്റ്റ് പറയാനുള്ളതാണ് ഇപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതോ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതോ ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്, കോമൺ സൈസ്, ട്രെൻഡ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലമാണ് 5 മാർക്കിൻ്റെ പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പ്രോബ്ലമായിട്ട്. ചിലപ്പോൾ ട്രെൻഡ് ആവാം, അല്ലെങ്കിൽ കോമൺ സൈസ് ആവാം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ആവാം. ഓക്കെ, വളരെ ഈസിയാണ്. അതിൻ്റെ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും. ഓക്കെ, അപ്പോൾ അതാണ് അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനുള്ള. വേറെ ഒന്നുമില്ല, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കമ്പാരിറ്റീവ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം. കമ്പാരിറ്റീവോ, കോമൺ സൈസോ, ട്രെൻഡോ, ഈ 3 ടോപ്പിക്കിൽ നിന്ന് ഒരെണ്ണം നമുക്ക്, അതിപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവാം, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആവാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് ആവാം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ തിയറി അറിയണം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, റേഷ്യോ അനാലിസിസ് എന്താണ്, 2 മാർക്സിൻ്റെ തിയറിയിൽ വരും. അതുപോലെ തന്നെ അക്കൗണ്ടിങ് റേഷ്യോസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് 5 മാർക്കിൻ്റെ തിയറി ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യൂസസ് ഓഫ് റേഷ്യോ അനാലിസിസ് തിയറി 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. നോക്കി വയ്ക്കണം. യൂസസ് നിർബന്ധമായി നോക്കണം. ഈസി ടോപ്പിക്കാണ്. റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് 5 മാർക്സിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കണം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്, ഇനി റേഷ്യോസ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്, നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോൾവൻസി റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഒരുപാട് റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടേൺ ഓവർ റേഷ്യോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ചിലപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോസിലെ ഏതെങ്കിലും ഒരെണ്ണം അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലമാണ് 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റേഷ്യോസ് തന്നിട്ട് അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഇതാണ് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 2 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ സാധാരണ ലിക്വിഡിറ്റി റേഷ്യോസിൽ ഇപ്പോൾ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഇതിൽ ഏതെങ്കിലും ചോദ്യം വരാറുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ റേഷ്യോ തരും, അതിൽ നിന്ന് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടൈപ്പ് ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വരും. 5 മാർക്കിൻ്റെ ടേൺ ഓവർ റേഷ്യോസിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ്, ക്രെഡിറ്റേഴ്സ് പീരീഡ്, അത് ചോദിക്കാനാവാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ആവാം. അങ്ങനെ ടേൺ ഓവർ റേഷ്യോസിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ റിപ്പീറ്റാണ്. അതിലോട്ടാണ് നിങ്ങൾ 5 മാർക്സിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എസ്സേയുടെ കാര്യം പറഞ്ഞു, റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഈ പറയുന്ന ലിക്വിഡിറ്റി റേഷ്യോസിലുള്ള ഏതെങ്കിലും ഒരു റേഷ്യോ എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാം. ഇപ്പോൾ ലിക്വിഡ് റേഷ്യോ എന്താണ്, ഇപ്പോൾ കറണ്ട് റേഷ്യോ എന്താണ്, ക്വിക്ക് റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ ആസിഡ് ടേസ്റ്റ് റേഷ്യോ എന്താണ്, ഇതൊക്കെ 2 മാർക്കിനും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് 2 മാർക്കിന് കണ്ടുവന്നിട്ടുള്ളത്. റേഷ്യോ തരുന്നു, കണ്ടോ, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് തരുന്നു, അതിൽ നിന്ന് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യം. ഇതാണ് 2 മാർക്സിൻ്റെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കുക കേട്ടോ. ഇനി അല്ലാണ്ട് കൂടുതൽ പറയുന്നില്ല. 2 മാർക്സിലേക്കാണ് ലിക്വിഡ് റേഷ്യോസ് ഞാൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, പിന്നെ റേഷ്യോസിൽ ഏതെങ്കിലും ഒരെണ്ണം, സോൾവൻസി റേഷ്യോ എന്താണ്, ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വയ്ക്കണം. റേഷ്യോ കുറേ പഠിക്കാനുള്ളതാണ്. പിന്നെ
ഇനി ടേൺ ഓവർ റേഷ്യോസിലോട്ടാണ് ഫോക്കസ് കൂടുതൽ പോകേണ്ടത്. അതിൽ ഇൻവെൻട്രി, ടേൺ ഓവർ, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ടേൺ ഓവർ റേഷ്യോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിർബന്ധമായും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. 5 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള റേഷ്യോസ് നമ്മൾ ചെയ്തതിന് ശേഷം, എല്ലാ റേഷ്യോയും പഠിച്ചതിന് ശേഷമാണ് ലാസ്റ്റ് റേഷ്യോ തന്ന് GP, NP ഇതൊക്കെ നോക്കി വയ്ക്കണം. ഇതൊക്കെ കഴിഞ്ഞാലാണ് essay ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ തന്ന് അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യല്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് essayക്ക് മറ്റുള്ള ടോപ്പിക്സ് കംഫർട്ടബിൾ ആണെങ്കിൽ അതിലോട്ട് കൂടുതൽ ഫോക്കസ് പോവുക. ഇത് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. റേഷ്യോ എന്നിട്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു ഏരിയയിൽ വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമയം കുറേ പോകും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പുറത്തെ ഓപ്ഷൻസ് വേറെ നിങ്ങൾക്ക് നല്ലതുണ്ടെങ്കിൽ അതിലോട്ട് കൂടുതൽ പോകാം. അപ്പോൾ essayക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നെ ഈ EPS എന്താണ് നോക്കണം കേട്ടോ. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് EPS റേഷ്യോ എന്താണെന്നുള്ളത്. ദെൻ P റേഷ്യോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. P റേഷ്യോ എന്താണ്? 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. അപ്പോൾ റേഷ്യോസിൽ പലതും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്താണ്? ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോനെ പറ്റിയിട്ടുള്ള ചോദ്യം. ഇപ്പോൾ റേഷ്യോസിനെ പറ്റിയിട്ടുള്ള 2 മാർക്സിൻ്റെ ഇതാണ് നമ്മുടെ essay ക്വസ്റ്റ്യൻ. കണ്ടോ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റിയും അതുപോലെ തന്നെ റേഷ്യോ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതാണ് essay ടോപ്പിക് എന്ന് പറയുന്നത്. കണ്ടോ, ദിസ് ഇസ് essay ടോപ്പിക് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൊഡ്യൂൾ നമ്പർ 2 ലെങ്തിയാണ്. 3 പാർട്ടിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3 ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അഗെയിൻ 3 പാർട്ടിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂളാണ്. ഞാൻ പറഞ്ഞു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള 2 മാർക്സ്, 5 മാർക്സ് essay, 3 പാർട്ടിലും ചോദ്യങ്ങളുണ്ടാവും. അതിൽ ആദ്യം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഫണ്ട് എന്താണ്, ഫ്ലോ ഫണ്ട്സ് എന്താണ്, ഇതൊക്കെ നോക്കി വയ്ക്കണം. അതിനുശേഷം നമ്മളിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഫ്ലോ ഫണ്ട്സ് നോക്കി വയ്ക്കാം. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തിയറി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ലിമിറ്റേഷൻസും എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പ്രോബ്ലം വന്നാലാണ് ഏറ്റവും ബെസ്റ്റ്. തിയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് വളരെ കുറവാണ്. എന്നാലും വന്നിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പത്തെ പേപ്പറിൽ. ഇനി അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടാമത് നമുക്ക് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ഉണ്ട്. അതിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സെപ്പറേറ്റഡ് ഇത് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോബ്ലം കൂടുതൽ കണ്ടുവന്നുള്ളത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെലാണ്. ഓക്കെ, ഇതാണ് സംഭവം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, അത് 5 മാർക്കിന് ചോദിക്കാം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് ചോദിക്കാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്താണെന്നുള്ളതിൻ്റെ തിയറിയും പിന്നെ പ്രോബ്ലം 5 മാർക്കിൻ്റെയിലും. പ്രോബ്ലം 5 മാർക്കിൻ്റെയിലും എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 5 മാർക്സിൻ്റെയിലേക്കുള്ളതാണ്. കണ്ടോ, ഇതേപോലത്തെ ഒരു ചോദ്യം. ഫൈനലി essayയിൽ നമ്മൾ 3 സ്റ്റെപ്പുകളും വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതൊന്നും ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയലിൽ നല്ല ക്വസ്റ്റ്യൻസ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. ഫൈനലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. 3 സ്റ്റേജസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ള കാര്യങ്ങൾ വേറെയും ചെയ്യണം. ഓക്കെ, ഇതാണ് essayക്ക് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഫണ്ട് ഫ്ലോ കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ കുറച്ചും കൂടി എളുപ്പമാണ്. ക്യാഷ് ഫ്ലോയിൽ നിന്ന് സാധാരണ കണ്ടുവന്നുള്ളത് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ. രണ്ടാമത് 3 ആക്ടിവിറ്റീസ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. അതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ വരാറുണ്ട്. കൂടുതൽ കണ്ടുവരുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
പിന്നെ ഫിനാൻസിങ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോമാറ്റ് പഠിച്ചു വയ്ക്കുക. ഒരു പ്രാവശ്യം എസ്സേക്കും ചോദിച്ചിട്ടുണ്ട്, വളരെ ഈസിയാണ് ആ ഫോമാറ്റ് പ്രസൻറ്റ് ചെയ്ത് വയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ പഠിച്ച കുട്ടിക്ക് ക്യാഷ് ഫ്ലോ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ട്, നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. 3 ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് നോക്കണം. പിന്നെ 5 മാർക്കിൻ്റെ കൂടുതൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ അതാണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയാനുള്ള എൻ്റെ പ്രോബ്ലംസ് നോക്കണം. കൂടുതൽ ഞാൻ പറഞ്ഞു വരുന്ന രീതി ഇതൊക്കെയാണ്. അഡീഷണൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് താഴെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. മാർജിനൽ കോസ്റ്റിംഗ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഞാൻ നേരത്തെ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 1 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചാടേണ്ടത് ഈ ഒരു ടോപ്പിക്കിലോട്ടാണ്. 2 മാർക്സ് 5 മാർക്സ് എസ്സേ 3 പാർട്ടിലും നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് മേടിക്കാനും സാധിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, മാർജിനൽ കോസ്റ്റ് എന്താണ്, 2 മാർക്സിൻ്റെ തിയറി ചോദ്യങ്ങൾ റിപ്പീറ്റാണ്, എപ്പോഴും വരുന്നതാണ്. പിന്നെ ഇതിൽ നെക്സ്റ്റ് നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസിൽ ഏതെങ്കിലും 1 or 2 വരെ നമുക്ക് 2 മാർക്സിന് പ്രതീക്ഷിക്കാം. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തിയറി എസ്സേക്കും ചോദിച്ചിട്ടുണ്ട്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത് തിയറിക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് 2 മാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ പി വി റേഷ്യോ എന്താണ്, കോൺട്രിബ്യൂഷനും പി വി റേഷ്യോ ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബി പി എന്താണ്, പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ വരും, 2 മാർക്കിൻ്റെയിലും വരും, എസ്സേക്ക് 3 പാർട്ടിലും ഉണ്ടാവാറുണ്ട്. 2 മാർക്സിന് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം, പിന്നെ ഈ പറയുന്ന ബി പി കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം 5 മാർക്കിൻ്റെയിലും വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തിയറി പഠിക്കണം കേട്ടോ, വരുന്നുണ്ട്. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. പിന്നെ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബി പി അനാലിസിസ് എന്താണ്, ബി പി ചോദിക്കുന്നതാണ്, മാർജിൻ ഓഫ് സേഫ്റ്റി ചോദിക്കുന്നതാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 മാർക്സിൻ്റെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോമുല നന്നായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്, 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. അതങ്ങനെ പഠിക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ സി വി പി അനാലിസിസ് എന്താണ് നോക്കണം, പി വി ചാർട്ട്. ദെൻ അതിനുശേഷം മാനേജറിയൽ അനാലിസിസ്, യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ. ഇതാണ് എസ്സേക്ക് വരുമ്പോൾ പലപ്പോഴും എടുത്ത് ചോദിക്കാറ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ യൂസസ്. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ചും കൂടി ഡെപ്ത് കൂടിയിട്ട് നമുക്ക് എവിടെ പഠിക്കും, ഇനി PG MCOM ചെയ്യുമ്പോൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ തിയറി നോക്കി വയ്ക്കുക, മേക്ക് ഓർ ബൈ ഡിസിഷൻ, പ്രോഫിറ്റ് പ്ലാനിങ്, അതൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, കോൺട്രിബ്യൂഷൻ എന്താണ്, ബി പി എന്താണ്, പി വി റേഷ്യോ എന്താണ്, സി പി അനാലിസിസ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ മാറി മാറി ചോദിക്കുന്നതാണ്. 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഈ ബി പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും മാർജിൻ ഓഫ് സേഫ്റ്റി, സെയിൽസ് റിക്വയർഡ് ചെയ്യണേ, പ്രോഫിറ്റ് ഓഫ് റുപ്പീസ്, അങ്ങനത്തെ ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ വരാം. എസ്സേക്കും കുറച്ചും കൂടി സെയിൽസ് റിക്വയർഡ് ചെയ്യണേ, പ്രോഫിറ്റ് 2 വർഷത്തെ സെയിൽസ് പ്രോഫിറ്റ് എന്നിട്ടൊക്കെയുള്ള കാൽക്കുലേഷൻ എസ്സേക്കും വരാം. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ യൂസസ്, ആപ്ലിക്കേഷൻ, അത് നമുക്ക് എസ്സേക്ക് തിയറി ആയിട്ടും വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് പ്ലാനിങ്, മേക്ക് ഓഫ് ബൈ ഡിസിഷൻ, അങ്ങനത്തെ പോയിന്റ്സ് ഒരു 5-8 ഉണ്ട്. അത് തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും വരാറുണ്ട്. അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ള. ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത് പഠിക്കാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം ഉള്ള ടോപ്പിക്സ് സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഈ സബ്ജക്റ്റിനോട് ഒരു താല്പര്യം വരികയും ചെയ്യും. സോ ദാറ്റ്സ് അബൌട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊത്തം ടോപ്പിക്സിനെ പറ്റി പറയാനുള്ള. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹൈ മാർക്സിൽ
സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹൈ മാർക്സ് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ പാസ്സാക്കണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട മൊഡ്യൂൾസ്, ഫസ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ നമ്പർ ഈ പറഞ്ഞ മാർജിനൽ കോസ്റ്റിംഗ്, മൊഡ്യൂൾ നമ്പർ 4, ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ് മാർക്കിൻ്റെ അടുത്തെത്തി. അതിനുശേഷം ഫണ്ട് ഫ്ലോ ബാക്കിയുള്ള ഏരിയയിലോട്ട് കടന്നാൽ മതി. ഫണ്ട് ഫ്ലോൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു 60 above% ആയി. ഞാൻ പറഞ്ഞിട്ടുള്ള മൊത്തം കാര്യങ്ങൾ നന്നായി പഠിച്ച നിർബന്ധമായി നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡ് ആയിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് 90% കിട്ടും. അപ്പോൾ ഇതിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകം എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.